കങ്കുവയുടെ ട്രെയിലർ എങ്ങനെയുണ്ട് എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയും. പക്ഷേ അപ്പോഴും എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട് ഈ ഒരു സിനിമയെ പറ്റിയിട്ട്. കാരണം സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ ചരിത്രം കാണിക്കുന്നത് വളരെ കുറച്ച് പോർഷൻ, എന്തോ 20 മിനിറ്റ്, അരമണിക്കൂറിൽ താഴെ കാണിക്കുകയുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഈ സിനിമ ഒരു 1 പാർട്ട് സിനിമയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇതിനൊരു സീക്വലും കൂടെ കാണും എന്നുള്ളത്. അത് ഇപ്പം ഇവിടെ പറയുന്നതാണോ, അതായത് ഒരു വെച്ചുകെട്ടലാണോ എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് സിനിമയുടെ ട്രെയിലറിനെ പറ്റിയിട്ട് പറയാം. ട്രെയിലർ ഭയങ്കര രീതിയിൽ വിഷ്വൽ എഫക്റ്റ് ഉള്ളൊരു ട്രെയിലറാണ്. VFX നന്നായിട്ട് ചിലവായിട്ടുള്ള, VFXന് വേണ്ടി ഒരുപാട് കാശ്. ഞാൻ ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് 350 കോടിയൊക്കെയാണ് ബഡ്ജറ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ വിഷ്വൽ എഫക്റ്റിനാണ് ഇത്രയധികം കാശ് ചിലവായിട്ടുള്ളത്. ട്രെയിലറിൽ ആ ഒരു 2.5-3 മിനിറ്റോളം കാണിക്കുന്നതും ആ ഒരു ഹിസ്റ്ററിയാണ്. ഭയങ്കര ബ്യൂട്ടിയായിട്ട് ഒരു സിനിമാറ്റിക് സാധനമാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമയിലെ ഫുള്ള് ഹിസ്റ്ററിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ചരിത്രമാണ്, ഫാൻറ്റസിയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ സിനിമ ഭയങ്കര രീതിയിൽ ഒരു വലിയ ഒരു ഓളം സൃഷ്ടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു സൈഡുണ്ട്. നമ്മൾ തമിഴ് സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാൻറ്റസി സിനിമകൾ വരുന്ന സമയത്ത് ചരിത്രം കാണിക്കുന്നതെല്ലാം സൂപ്പറായിരിക്കും. പ്രസൻറ്റ് സ്റ്റോറി കാണിക്കുന്നത് വരുമ്പം അവിടെ പാളും. 7-ാം അറിവ് എന്ന് പറയുന്ന സിനിമ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു ചരിത്രം കാണിക്കുന്നത് ഭയങ്കര രസകരമായിട്ടും പ്രസൻറ്റ് കാണിക്കുന്നതിലാണ് പാളിപ്പോയത്. അപ്പം ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു പ്രശ്നമാകാം എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതൊരു സംഭവമായിരിക്കും. സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ശിവയാണ്. സിനിമയുടെ മ്യൂസിക് DSP ആണ്, ദേവി ശ്രീ പ്രസാദാണ്. സിനിമയുടെ കഥ എഴുതിയിട്ടുള്ളത് ആദി നാരായണ ആണ്. പുള്ളിക്കാരൻ്റെ സിനിമകൾ MLA എന്ന് പറയുന്നൊരു സിനിമ 2011 എന്തോ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സിനിമയാണ് വരുന്നത്. ശിവ പറയുന്നത് പുള്ളിയുടെ ഡ്രീം പ്രോജക്റ്റാണ് കങ്കുവ എന്നാണ്. അപ്പം അത്രയും ഒരു വലിയ സംഭവമാണ്. ഒരുപാട് വർഷം പുള്ളി വർക്ക് ചെയ്തിട്ടെടുക്കുന്ന സിനിമയാണെന്നൊക്കെയാണ് പറയുന്നത്. ട്രെയിലറിൽ അത് കാണാനുണ്ട്, ഓക്കെ, സമയം സമ്മതിക്കുന്നു. ട്രെയിലർ ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തൊട്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ നമ്മളെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ട്രെയിലറും ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിഷ്വൽ എഫക്റ്റും VFXും എല്ലാം ഉണ്ട്. ഒന്നിലും ഒരു പ്രോബ്ലവും ഇല്ല. ഇതിങ്ങനെ ഈ ഒരു സിനിമയിൽ ഫുള്ളായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഒരു കിടിലൻ സ്റ്റോറിയും കൂടി ആയിരിക്കും. ഇതിനകത്തെ ഓരോ ആക്ടേഴ്സിനെ കാണിക്കുന്നത്, ഇപ്പം സൂര്യയെ കാണിക്കുന്നതായാലും ബോബി ഡിയോളിനെ കാണിക്കുന്നതായാലും ഓരോരുത്തരെ കാണിക്കുന്നത് പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതികളെല്ലാം ഗംഭീരമാണ്. കുറേ കപ്പലുകളൊക്കെ കാണിച്ചുകൊണ്ടുള്ള സീനുകളുണ്ട്, കുറേ ഫൈറ്റ് സീനുകൾ, ഒരു മുതലയൊക്കെ കാണിച്ചുകൊണ്ടുള്ള സീനുകൾ, കുറേ കിടിലൻ സാധനങ്ങളുണ്ട്. പക്ഷെ എല്ലാം അത് വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. എനിക്ക് ഇതാണ് ഒരു പ്രോബ്ലമായിട്ട് തോന്നുന്നത്. ഒരു 20 മിനിറ്റ് ഈ ഒരു സീനുകൾ കാണുകയുള്ളൂ എന്ന് ആദ്യം പറഞ്ഞിട്ടൊരു ട്രെയിലറിൽ ഫുൾ ഈ സാധനം കാണിക്കും. നമ്മൾ ട്രെയിലർ കണ്ടായിരിക്കും സിനിമ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന സമയത്ത് ഇതൊരു 20 മിനിറ്റേ ഉള്ളൂ, ബാക്കി ഫുള്ള് പ്രസൻറ്റാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു, കാരണം നമ്മളിതല്ല പ്രതീക്ഷിച്ച് വരുന്നത്. നമ്മൾ ട്രെയിലർ കണ്ടിട്ടാണ് ചെല്ലുന്നത്. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ ട്രെയിലർ കണ്ടിട്ടായിരിക്കും സിനിമ കാണാനായിട്ട് ചെല്ലുന്നത്. അപ്പം ട്രെയിലറിലുള്ള സാധനങ്ങളൊന്നും സിനിമയിലില്ലെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഡിസപ്പോയിൻമെൻ്റായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുക. അങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെ ആവാണ്ടിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ്. ഇതിനകത്ത് ലുക്ക് വൈസ് സൂര്യയൊക്കെ നോക്കുകയാണെന്നുള്ള ഗംഭീര ലുക്കാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയേണ്ടതാണ്. DSPയുടെ പുഷ്പ 2 പാട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതിനകത്ത് സോങ് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മ്യൂസിക് ആയാലും ട്രെയിലർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് തന്നെയുണ്ട്. മറ്റേ ആ കങ്കുവ എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ പറയുകയാണ്. അങ്ങനെ എല്ലാം ഇഷ്ടപ്പെട്ടെന്നല്ല, ഈ ഒരു ട്രെയിലറിലുള്ള സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകുന്നൊരു രീതി, സിനിമയുടെ ട്രെയിലറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയൊക്കെ കൊള്ളാം. ഇങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പം സിനിമ ഒക്ടോബർ 10 റിലീസ് ചെയ്യുന്നത്. ഇനി അതായത് സെപ്റ്റംബർ 5 ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റിലീസ് ചെയ്യുന്നു. ഒക്ടോബറിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. ക്ലാഷ് ഒന്നും വരില്ല. അതുകൊണ്ട് ഇത് നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഹിറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനിയെല്ലാം ഡയറക്ടർ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത്, സ്റ്റോറി എന്താണോ നമുക്കറിയില്ലല്ലോ. നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പം ട്രെയിലറിൽ ഇത്രയും കാണിച്ച ആ ഒരു സാധനം വെച്ചിട്ട് ഫാൻറ്റസി സിനിമ ആവാനാണ് ചാൻസ്. ഇനിയെല്ലാം ഡയറക്ടറിൻ്റെ കയ്യിലും സ്റ്റോറി എഴുതിയ ആദി നാരായണൻ്റെ കയ്യിലുമാണ്. വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പം ഈ ഒരു കൺസേൺ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനീ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ബൈ.